അപ്പോൾ ഗായ്സ് അസ്സലാമു അലൈക്കും. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ദാവത്തിൻ്റെ ആരംഭം എന്ന പാഠമെടുത്ത് അതാരും കണ്ടിട്ടില്ല, ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ല, ആരും കണ്ടിട്ടില്ല, കമൻറ്റും ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ കുറേ എണ്ണത്തിൽ ആൾക്കാർ ഒരു കമൻറ്റും ഇട്ടിട്ടില്ല. നിങ്ങൾ അതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഈ കമൻറ്റ് ബോക്സ് കടയിൽ. നിങ്ങൾ കമൻറ്റ് ഇടണം. ഇത് നല്ലതാണോ നല്ലതല്ലാത്തതാണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടണേ ഗൈസ്. അപ്പോൾ അതിൻ്റെ രണ്ടാം പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്, പരസ്യ പ്രബോധനം. കഴിഞ്ഞ പാഠത്തിൽ ഞാനെല്ലാം മനസ്സിലാക്കി തന്നീനു ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ അത് കഴിഞ്ഞ പാഠം കാണാത്തവരുണ്ടെങ്കിൽ തന്നെ പോയി കാണുക കേട്ടോ. പരസ്യ പ്രബോധനം. 3 വർഷത്തെ രഹസ്യ പ്രബോധന ശേഷം എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിക്കപ്പെടുകയുണ്ടായി. എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിക്കപ്പെടുകയുണ്ടായി. ഇതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫാ പർവ്വതത്തിൽ കയറി തൻ്റെ കുടുംബമായ ഖുറൈശി ഗോത്രക്കാരെ വിളിച്ചു. ഖുറൈശി ഗോത്രക്കാരെല്ലാവരും വിളി കേട്ടു വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാൻ ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കും, കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു നുണയും അനുഭവിച്ചിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുറൈശി ഗോത്രമേ, നിങ്ങളെ ശരീരത്തെ നരകത്തെ തൊട്ടു നിങ്ങൾ രക്ഷിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനായ അബൂ ലഹബ് വന്നുകൊണ്ട് പറഞ്ഞു, തബ്ബഖൽ ഹദീൽ ജമാഅത ഹാദാ ജമാഅത തബ്ബല്ലഖൽ ഹാദാ ജമാഅത. നിനക്ക് നാശം, നിനക്ക് നാശം. ഇതിനാണോ നീ ഞങ്ങളെ ഇവിടെ വിളിച്ചു കൂട്ടിയത് എന്നാണ് അതിൻ്റെ ഒരർത്ഥം. എന്ത്? തബ്ബല്ലഖ ഹാദാ ജമാഅത, ഇതിൻ്റെ അർത്ഥമാണ് നിനക്ക് നാശം. എന്ത്? നിനക്ക് നാശം. ഇതിനാണോ നീ ഞങ്ങളെ ഇവിടെ വിളിച്ചു കൂട്ടിയത്, ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോളാണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന സൂറത്ത് അവതരിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഉത്തരം പറയാം. ഖുറൈശി ഗോത്രക്കാരെ സഫാ പർവ്വതത്തിൽ നിന്ന് വിളിച്ചു. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചോദിച്ചു? ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാൻ ഒരു പടയാളി സംഘം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ മറുപടി പറഞ്ഞത് എന്ത്? ഞങ്ങൾ വിശ്വസിക്കും, കാരണം നിന്നിൽ നിന്ന് ഒരു നുണയും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഈ ആൻസർ പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കും എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിൻ്റെ ഫുൾ സെൻറ്റൻസ് പറയണം എന്ന് പറഞ്ഞാൽ എക്സാമിൽ എഴുതണം. ഇത് 3ാം ക്ലാസ്സിലെ 1ാം ക്ലാസ്സിലെ 2ാം ക്ലാസ്സിലെ വിഷയമല്ല, ഇത് 4ാം ക്ലാസ്സിലെ വിഷയമാണ്. 4ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാഠാണ് ആദ്യത്തെ പാഠം, രണ്ടാമത്തെ ഇത് താരീഖാണ്, രണ്ടാമത്തെ പാഠാണ് പരസ്യ പ്രബോധനം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശി ഗോത്രക്കാരെ വിളിച്ചു. ആരെല്ലാം വന്നു? ഖുറൈശി ഗോത്രക്കാരി എല്ലാവരും വന്നു എന്നാണ് പറയേണ്ടത്. അതുമാത്രമല്ല, അവിടെ അബൂ ലഹബ് 2 പൃഥുവ്യന്മാരുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ആരൊക്കെയാണ്? അബൂ ലഹബും അബൂ ത്വാലിബും ഉണ്ട്. ഇങ്ങനെ ചോദിക്കും, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്നുള്ളത് ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിൽ ചോദിക്കുന്നതാണ്.
അപ്പോൾ നിങ്ങൾ അബു ലഹബ് പറയാൻ പാടില്ല. സോറി, അത് രണ്ടും മാറിപ്പോകാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞാൽ അബു ലഹബ് പറയണം. വേറെ എന്തെങ്കിലും ആണ് വന്നേ വെച്ചാൽ ഇതിന് വേറൊരു പാടുണ്ട്. മൂന്നാമത്തെ പാഠം. ഇതിൽ 4-ാമത്തെ പാഠത്തിൽ വരുന്നുണ്ട് അബൂ താലിബിൻ്റേത്. അതിൽ അബൂ ലഹബ് നേരെ മറ്റേ സൈഡിലായിരിക്കും, ഇടത്തെ സൈഡിലായിരിക്കും. അബൂ താലിബ് നേരെ വലത്തെ സൈഡിലായിരിക്കും. ആ പാഠം ഇനി മൂന്നാമത്തേത് ആദ്യത്തെ പാലയാണ്. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് 4-ാമത്തെ പാഠത്തിൽ പറയാൻ പറ്റുള്ളൂ. 4-ാമത്തെ പാഠത്തിൻ്റെ ഇത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓക്കെ. ഇനി ചിലപ്പോൾ വേറെ കുറേ ഇതിൻ്റെ അല്ലാത്ത താരിഖൊന്ന് വായിക്കാനല്ലാത്ത വേറെ കുറേ പാഠങ്ങൾ വരുമായിരിക്കും എന്ന് തോന്നുന്നില്ല. നിങ്ങൾ ദ്വാരക്കുക, വരാൻ വേണ്ടിയാണ്ട് നിങ്ങൾ ദ്വാരക്കുക കേട്ടോ. അപ്പോൾ ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.